അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സഹോദരന്മാരെ, സഹോദരികളെ, കുടുംബ ബന്ധം ചേർക്കലിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചുള്ള ഹദീസുകളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കുടുംബ ബന്ധം മുറിക്കുന്നവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കി. അതിനുശേഷം ഒരു അധ്യായം, ഒന്ന് രണ്ട് അധ്യായങ്ങൾ വരുന്നുണ്ട്, അത് ഒഴിവാക്കിയിട്ടുണ്ട്. കാരണം നമ്മൾ മുമ്പ് പറഞ്ഞ ഹദീസുകളുടെ ആവർത്തനങ്ങളാണ്, അതുകൊണ്ട് ആ ഭാഗങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ട്. അടുത്ത അധ്യായം ബാബു ഉഖൂബത്തി ഖാതിഇർ റഹം ഫിദ്ദുനിയ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മനസ്സിലാക്കിയത് കുടുംബബന്ധം മുറിക്കുന്നവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്നാണ്. അത് പരലോകത്ത് വെച്ച് അള്ളാഹു തആല നൽകുന്ന ശിക്ഷയാണ്. സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അവൻ നരകത്തിലേക്കാണ് എന്നാണ്. അപ്പൊ പരലോകത്ത് ലഭിക്കാനിരിക്കുന്ന ശിക്ഷയെക്കുറിച്ചാണ് ആ പരാമർശം. എന്നാൽ കുടുംബബന്ധം മുറിക്കുന്ന വ്യക്തിക്ക് ഇഹലോകത്തുള്ള ശിക്ഷ, അള്ളാഹു സുബ്ഹാനഹു വ തആല ചില തിന്മകൾക്ക് ഇഹലോകത്ത് വെച്ച് തന്നെ ശിക്ഷ നിശ്ചയിച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ അർത്ഥം അവന് പരലോകത്ത് അതിന് ശിക്ഷയില്ല എന്നുള്ളതല്ല. പരലോകത്തെ ശിക്ഷ ഒഴിവാകണമെങ്കിൽ അവൻ ഇവിടെ വെച്ച് ചെയ്ത തിന്മയിൽ നിന്ന് ഒഴിവാവുകയും അതിൻ്റെ പേരിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് തൗബയും ഇസ്തിഗ്ഫാറും നടത്തുകയും ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ ഒരാൾ ചെയ്യുന്ന പക്ഷം അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ എല്ലാ പാപങ്ങളും പൊറുക്കുന്നവനാണ്. അതേ സ്ഥാനത്ത് ചില തിന്മകൾക്ക് അള്ളാഹു ഇഹലോകത്ത് വെച്ച് തന്നെ ശിക്ഷ നൽകും. അൻ അബീ ബക്രത റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാ മിൻ ദംബിൻ അഹ്റാ അൻ യുഅജ്ജിലല്ലാഹു ലിസ്വാഹിബിഹി അൽ ഉഖൂബത ഫിദ്ദുനിയ മഅ മാ യുദ്ഖറു ലഹു ഫിൽ ആഖിറതി മിൻ ഖതീഅത്തിർ റഹം വൽ ബഗി. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു തെറ്റ് ചെയ്ത വ്യക്തിക്ക് ഇഹലോകത്ത് തന്നെ അതിൻ്റെ ശിക്ഷ വേഗത്തിൽ കൊടുക്കാൻ കൂടുതൽ സാധ്യതയുള്ളത് എന്നാണ് ഹദീസിന്റെ പദപ്രയോഗം. അപ്പൊ അതിൽ ആ പദപ്രയോഗത്തിൽ നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യമുണ്ട്. അതെന്താണ്? ചില തിന്മകൾ, ഒരുപാട് തിന്മകൾക്ക് ഇഹലോകത്ത് വെച്ച് ശിക്ഷ ലഭിക്കുന്നതാണ് എന്ന്. കാരണം ഇവിടെ വന്ന പദപ്രയോഗം മാമിൻ ദംബിൻ അഹ്റാ അൻ യുഅജ്ജിലല്ലാഹു ലിസ്വാഹിബിഹി അൽ ഉഖൂബത ഫിദ്ദുനിയ, ഇഹലോകത്ത് ശിക്ഷ ലഭിക്കാൻ കൂടുതൽ വേഗത്തിൽ അല്ലാഹു തആല ശിക്ഷ കൊടുക്കാൻ കൂടുതൽ സാധ്യതയുള്ള പാപങ്ങൾ എന്നാണ്. അപ്പോൾ അതല്ലാത്ത വേറെയും പാപങ്ങൾ ഉണ്ട് എന്നർത്ഥം. മഅ മാ യുദ്ഖറു ലഹു ഫിൽ ആഖിറ, അവൻ ചെയ്ത പാപത്തിനുള്ള ശിക്ഷ അവന് പരലോകത്തുണ്ട്. അത് ലഭിക്കുന്നതോടൊപ്പം ഇഹലോകത്ത് തന്നെ വേഗത്തിൽ ശിക്ഷ ലഭിക്കാൻ സാധ്യതയുള്ള പാപങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു മിൻ ഖതീഅത്തിർ റഹിം വൽ ബഗി. രണ്ട് കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. ഒന്ന്, കുടുംബ ബന്ധം മുറിക്കൽ. അപ്പോൾ നമ്മൾ മുമ്പ് ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞതുപോലെ മറ്റു രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ബന്ധം മുറിയാൻ നമ്മൾ കാരണമായി മാറരുത്. അല്ലെങ്കിൽ നമ്മളുടെ വ്യക്തികളുമായുള്ള ബന്ധം നമ്മൾ കാരണം മുറിയരുത്. രണ്ട് വിഷയം അതിൽ വരുന്നുണ്ട്. ഇപ്പോൾ ഒരു ഭാര്യയും ഭർത്താവും നമ്മൾ കാരണം, നമ്മുടെ ഇടപെടൽ മൂലം രണ്ടാളുകൾ തമ്മിൽ തെറ്റുക, അതും കുടുംബബന്ധം മുറിക്കലാണ്. ഇനി നമ്മൾ ഒരു വ്യക്തിയുമായി ബന്ധം ചേർക്കാതിരിക്കുക, അതും ബന്ധം മുറിക്കലാണ്. അപ്പൊ രണ്ട് നിലക്കുള്ള ബന്ധം മുറിക്കലും പാടില്ല. മിൻ ഖതീഅത്തിർ റഹം. അപ്പൊ ഇഹലോകത്ത് തന്നെ ശിക്ഷ ലഭിക്കാൻ കൂടുതൽ സാധ്യതയുള്ള പാപങ്ങളിൽ ഒന്ന് കുടുംബബന്ധം മുറിക്കലാണ്. പിന്നെ വൽ ബഗി. ബഗി എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരോട് അന്യായം കാണിക്കുക. ഇവിടെ ദുർബലരായ ആളുകളുണ്ട്, ശാരീരികമായി ദുർബലരായ ആളുകൾ, മാനസികമായി ദുർബലരായ ആളുകൾ, സാമ്പത്തികമായി ദുർബലരായ ആളുകൾ. അത്തരം ആളുകളോട് സാമ്പത്തികമായും ശാരീരികമായും മാനസികമായും ഒക്കെ ശേഷിയും ശക്തിയും കഴിവും ഉള്ള ആളുകൾ അന്യായം കാണിക്കാറുണ്ട്. അത്തരം അന്യായങ്ങൾ നമ്മൾ അത്തരം ദുർബലരോട് കാണിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ശിക്ഷ അത് നിന്ദ്യതയായിക്കൊണ്ടോ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ബാധിച്ച അതേ പ്രയാസം നമ്മെ ബാധിച്ചുകൊണ്ടോ യഹലോകത്ത് തന്നെ അതിൻ്റെ ശിക്ഷ ചിലപ്പോൾ നമ്മൾ അനുഭവിക്കേണ്ടി വരും. അപ്പോൾ ഏറ്റവും കൂടുതൽ യഹലോകത്ത് ശിക്ഷ ലഭിക്കാൻ സാധ്യതയായിട്ടുള്ള രണ്ട് കാര്യങ്ങളെ സംബന്ധിച്ചാണ് ഈ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ഈ രണ്ട് കാര്യങ്ങളെയും നമ്മൾ ഗൗരവത്തോടു കൂടി കാണണം. ഒന്ന് കുടുംബബന്ധം മുറിക്കലാണ്, മറ്റൊന്ന് അന്യായമായി മറ്റുള്ള ആളുകൾ അതിക്രമം കാണിക്കുക, മറ്റുള്ളവരോട് അക്രമം കാണിക്കുക, മനുഷ്യൻ കാണിക്കുന്ന അനീതികൾ ഒക്കെ അതിൻ്റെ ഭാഗമായിട്ട് വരും. അപ്പോൾ ഒരാളോട് നമ്മൾ അന്യായമോ അതിക്രമമോ അനീതിയോ കാണിച്ചു എന്ന ഒരു അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും ഉണ്ടാകുവാൻ പാടില്ല. എല്ലാ നിലക്കുമുള്ള നല്ല സമീപനങ്ങളും നല്ല സ്വഭാവങ്ങളും നല്ല പെരുമാറ്റങ്ങളും നല്ല ഇടപാടുകളും അതൊക്കെയാണ് നമ്മിൽ ഉണ്ടാകേണ്ടത്. അല്ലാഹു തആല അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലിം.
സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.